നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 4. അസ്ഫുടേ വപുഷി തേ പ്രയത്നതാഃ ധാരയേമ ദിഷണാ മുഹുഃ മുഹുഃ തേന ഭക്തിരസം അന്ധഃ ആർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. അസ്ഫുടേ, സ്ഫുടമല്ലാത്തത്, വപുഷി, ഭക്തന്മാർ, തേ, ഭഗവാന്റെ, പ്രയത്നതാവ, വളരെ പ്രയത്നിച്ചുകൊണ്ട്, ധാരയേമ, ഉറപ്പിച്ചു നിർത്തുക, ദിഷണാം, ബുദ്ധി, മുഹുഹു, വീണ്ടും, മുഹുഹു, വീണ്ടും, തേന, രസത്തെ അനുഭവിക്കുന്ന അവസ്ഥ, ഭക്തിരസം, ധാരണ കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, യോഗികളുടെ ഒരു അവസ്ഥ, അന്തഃ, മനസ്സിൽ സന്തുഷ്ടരായിട്ടുള്ളവർ, ആർദ്രതാം, ഹൃദയത്തിൽ എപ്പോഴും സന്തുഷ്ടതയും സന്തോഷവും ഉള്ളവർ, ഉദ്വഹേമ, പ്രാപിച്ചു കൊള്ളുന്ന അവസ്ഥ, ഭവദംഘ്രി, ഭഗവാന്റെ തൃപ്പാദം, ചിന്തകാഹ, ചിന്തിക്കുന്നവർ. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമ ദിഷണാ മുഹുർമുഹുഃ തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാഃ. മനസ്സിൽ സ്ഫുടത ഇല്ലാത്ത ഒരു ഭക്തന് എപ്പോഴും ഭഗവാന്റെ മനസ്സിൽ ഒരു ഭക്തി മൂലം ഉറപ്പിക്കുന്ന ഒരു അവസ്ഥ എത്തിക്കുന്നതിന് വേണ്ടി പല പല യോഗാഭ്യാസങ്ങളുണ്ട്. അതിൽ ബുദ്ധിക്ക് ഏറ്റവും ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന ആ ഒരു ധാരണ കൊണ്ടുള്ള ആ ഒരു സന്തുഷ്ടത ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഭക്തന് ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം പ്രാപിക്കുന്നതാണ്. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദത്തെ പ്രാപിച്ചുകൊണ്ട് ആ ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ട് ഒരു ഭക്തന് എപ്പോഴും സന്തോഷവാനും സന്തുഷ്ടവാനുമായി ഇരുന്നു കൊണ്ട് മുക്തിയെ ലഭിക്കുന്നതാണ്. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു.